നമ്മളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാ, കർത്താവിന്റെ വിളി ലഭിച്ചവരാ. ശ്രദ്ധിക്കണമേ. അപ്പോ കർത്താവ് തെരഞ്ഞെടുത്ത എന്റെയും നിങ്ങളുടെയും, അതിൽ അൽമായരുണ്ട്, അതിൽ ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, അതിൽ ബഹുമാനപ്പെട്ട സമർപ്പിതരുണ്ട്, സന്യസ്തരുണ്ട്. എന്താ സംഭവിച്ചത്? അപ്പൊ അതിനെ ശ്രദ്ധിച്ച നിങ്ങള്, അവർക്ക് ബലിബലിയുടെ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ശ്രദ്ധിക്കണമേ. ബലിബലിയുടെ ശുശ്രൂഷകളിൽ പലരും ഉദാസീനരായി, പ്രാർത്ഥനയിൽ ഉദാസീനരായി, മുട്ടുമടക്കി കൈവിരിച്ച് യേശുവേ എന്ന് പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ശുഷ്കാന്തി നഷ്ടപ്പെട്ടു. നമ്മൾ നമ്മുടേതായ ഒരു കംഫർട്ടിലേക്ക് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. നമ്മുടേതായ കൺവീനിയന്റുകൾ, അങ്ങനെ പോയാൽ മതിയില്ലേ, ഇങ്ങനെ പോയാൽ മതിയില്ലേ, കുറച്ച് അങ്ങനെ മതിയില്ലേ, ഇങ്ങനെ മതിയില്ലേ, വില കൊടുക്കുവാനും മുറിയപ്പെടുവാനും ത്യാഗമെടുക്കാനും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾ അധികം ഇല്ലാതെയായി. ഇതാണ് കർത്താവിന്റെ വലിയൊരു സങ്കടം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവജനത്തിന് ശുഷ്കാന്തി നഷ്ടപ്പെട്ടു. ദൈവജനത്തിന് കുദാശ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടു? ദൈവവചന വായനയിൽ എന്ത് നഷ്ടപ്പെട്ടു? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് നഷ്ടപ്പെട്ടു? ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ വേളകളിൽ എന്ത് നഷ്ടപ്പെട്ടു? ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുക. ശുഷ്കാന്തി നഷ്ടപ്പെട്ട് ചക്രത്തളികി ഏറിന് സമയം. അത് അന്നത്തെ ഒരു എന്റർടൈൻമെന്റ് ആണ്, വിനോദമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കോമഡി ഷോ, റിയാലിറ്റി ഷോ, പന്ത് കളി, ക്രിക്കറ്റ് കളി, എന്നാ ജനമാണ് പ്രിയപ്പെട്ടവരെ. ആത്മീയ കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ കർത്താവിന്റെ ജനത്തിന് എന്ത് സംഭവിച്ചു? അവിടെ പറയുന്നത് എന്താ സംഭവിച്ചത്? ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇന്ന് കർത്താവ് വേദനിക്കുന്നത് IS-കാരെ കുറിച്ചോ, ബൊക്കോ ഹറാമിനെ കുറിച്ചോ, ഫുലാനികളെ കുറിച്ചോ, ഇവരെ കുറിച്ചൊന്നല്ല. ഇന്ന് കർത്താവിന്റെ ഏറ്റവും വലിയ വേദന തെരഞ്ഞെടുക്കപ്പെട്ടവരായ എന്റെയും നിങ്ങളുടെയും ശുഷ്കാന്തിയില്ലായ്മ, നമ്മുടെ ആത്മീയ മന്ദത. ഈശോയുടെ ഹൃദയം ഒരുപാട് വേദനിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വിനോദങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോകത്തിന്റെ ആർഭാടങ്ങളിൽ ആർമാദിക്കാൻ ഇന്ന് എന്തൊരു ഉത്സാഹമാണ് അനേകർക്ക്. സഹോദരങ്ങളെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, വചനം ഭക്ഷിക്കാൻ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിലവിളിയോടെ ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, സഭയിലുള്ള അവിശ്വസ്തതകൾക്ക് വേണ്ടി, കുടുംബങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി, യുവജനങ്ങൾ വിശ്വാസത്തിന്റെ തീപന്തങ്ങളായി ജ്വലിക്കപ്പെടാൻ വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടു? എത്ര പേരുണ്ട്? ശുഷ്കാന്തി നഷ്ടപ്പെടുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അവിടെ ആ വചനം അവസാന ഭാഗത്തോട്ട് വന്നേ. വിശുദ്ധ സമയമായുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുന്നു. കണ്ടു? അവഗണിക്കുക. കർത്താവിന്റെ ശുശ്രൂഷകളെ അവഗണിക്കുക, കർത്താവിന്റെ വചനങ്ങളെ അവഗണിക്കുക, ആത്മീയ കാര്യങ്ങളെ അവഗണിക്കുക. എന്റെ സഹോദരങ്ങളെ, അത് വലിയ 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 തകർച്ചയാണെന്ന് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശുഷ്കാന്തി നഷ്ടപ്പെടുന്നു. രണ്ടാമത് അവർ അവഗണിക്കുന്നു. മൂന്നാമത് എന്താ ചെയ്യുന്നത്? കണ്ട് വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, അനാസ്ഥ കാണിക്കുക. പലപ്പോഴും നമ്മൾ അനാസ്ഥ കാണിക്കുന്നു. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നമ്മള്, കർത്താവിന് മുൻപിൽ ചങ്ക പൊട്ടി കരയുവാൻ ദൈവം തെരഞ്ഞെടുത്ത നമ്മള് ഇന്ന് അനാസ്ഥ കാണിക്കുന്നു. അതുകൊണ്ട്
പിശാച് അസംഖ്യ ആത്മാക്കളെയും പിടിച്ച് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സഭ തളരുന്നു, കർത്താവിന്റെ രാജ്യം തളരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ അനാസ്ഥകള്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന നമ്മുടെ വേദനയായി മാറണം.